ഇന്നങ്ങനെ വ്ളോഗിൽ പ്രസന്റ് ചെയ്യാൻ മാത്രം ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു ഡേ ഒന്നുമല്ല, ഒരു നോർമൽ ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു മീൽ പ്രിപ്പറേഷൻ കണ്ടാലോ? അധികം ഒന്നുമില്ല, ചെറിയ കൂട്ടാനൊക്കെ വെച്ചിട്ടുള്ള ഒരു മീൽസ് ആണ്. നമുക്ക് ചക്കക്കുരു മാങ്ങ വെച്ചാലോ? ചക്ക സീസൺ മാങ്ങ സീസണൊക്കെ ആകുമ്പോഴത്തേനും വലിയ സെലിബ്രിറ്റീസ് ഇവരൊക്കെ അല്ലേ. ചക്കക്കുരു ഇന്നലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഒരു ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറിയ പീസ് മാങ്ങ കൂടി, ഒരു മാങ്ങയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. മാങ്ങയുടെ പുളി അനുസരിച്ചിട്ടാണ് എത്രത്തോളം വേണം എന്നുള്ളത് നോക്കുന്നത്. ഇതിപ്പോ ഞാൻ അതിന്റെ ഒരു ചെറിയ പീസാണ് എടുക്കുന്നത്. മാങ്ങ ഇവിടെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലി കളയുന്നത് ഓപ്ഷണൽ ആണ്, വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ തോല് കളഞ്ഞതിന് ശേഷം എടുക്കാം. ഇതിന് നമുക്കിനി ഒരു കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാമേ. ചക്കക്കുരുവിന് മാങ്ങേനെ വെച്ച് നോക്കുമ്പോഴത്തേനും വേവ് കൂടുതലാണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ചക്കക്കുരു ആദ്യമേ വേവിച്ചതിന് ശേഷം മാങ്ങ സെപ്പറേറ്റ് വേവിച്ചെടുക്കാം. അല്ല കുക്കറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചാലും പ്രശ്നമില്ലേ. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാമേ. അരി ഇവിടെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് ഇനി നമുക്ക് റൈസ് കുക്കറിനകത്തേക്ക് ഇറക്കി വെക്കാമേ. ഇനി നമുക്കൊരു കോവയ്ക്ക മെഴുക്കുരട്ടി കൂടി വെക്കാമേ. ഇടുക്കിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കല്യാണം കഴിഞ്ഞ് വന്നെങ്കിൽ എനിക്ക് എന്റെ നാട്ടിലെ ഫുഡൊക്കെയാണ് കൂടുതൽ ഇഷ്ടമേ. കുക്കർ ഇവിടെ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആവാറായിട്ടുണ്ട്. മെഴുക്കുവരട്ടി വെക്കുമ്പോൾ പലർക്കും പല സ്റ്റൈലാണ്. ഇതെന്റെ അമ്മ വയ്ക്കുന്ന സ്റ്റൈലാണ്. അതായത് നമ്മൾ എന്താണ് കുക്ക് ചെയ്യുന്നത് അത് വെന്തതിന് ശേഷം കുറച്ചു നേരം കൂടെ നല്ലപോലെ എണ്ണയിലൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ അത് ഏകദേശം ഒന്ന് മൊരിഞ്ഞു വരുന്ന ഒരു സ്റ്റേജ് ആവത്തില്ലേ, അവിടെ വെച്ചിട്ടാണ് നമ്മുടെ മെഴുക്കുവരട്ടി കംപ്ലീറ്റ് ആവുന്നത്. തീരെ വെന്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ തീ ഓഫ് ചെയ്യത്തില്ല. പിന്നെ പൊതുവേ നമ്മ കുക്ക് ചെയ്യണതിനകത്ത് എണ്ണ കൂടുതലും അതേപോലെ തന്നെ തേങ്ങയും കുറച്ച് ഏറെ ഉപയോഗിക്കുക. അതെനിക്ക് തോന്നുന്നു ഇടുക്കിയിലൊക്കെ പൊതുവേ അങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നു. എണ്ണയും തേങ്ങയും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ കറികൾക്കകത്തും ചേർക്കാറുണ്ട്. കറികളൊക്കെ റെഡി ആക്കിയതിന് ശേഷം ചെറിയൊരു ബൗളിലേക്ക് അതിനെ അപ്പൊ തന്നെ മാറ്റി വെക്കുക. അതാകുമ്പോൾ തന്നെ നമുക്ക് വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെക്കാൻ പറ്റുള്ളൂ. ഇത് വീട്ടിൽ അമ്മ ഇങ്ങനെ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. അത് തന്നെയാണ് ഞാനും എന്റെ ചേച്ചിയും ചെയ്തോണ്ടിരിക്കുന്നത്. വീട്ടിൽ ചെറുതായിരുന്നപ്പോ തൊട്ടേ ഫുഡിന് ടേസ്റ്റ് കുറവാന്നുള്ളൊരു കംപ്ലൈന്റ് മാത്രം നമുക്ക് പറയേണ്ട വന്നിട്ടില്ലേ. കാര്യം എന്റെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. എല്ലാ ഫുഡും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്ന മീൻകറിക്കൊക്കെ ഓഫീസിൽ ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ടായിരുന്നേ. ചക്കക്കുരു മാങ്ങയും കൂടെ കിടന്ന് വെന്തിട്ടേ നല്ല മണം വരുന്നുണ്ട്. ഇത് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഉടച്ചെടുക്കാമേ. അധികം കഷ്ണമൊന്നും കഴിക്കാനായിട്ട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. പിന്നെ ഇതിനകത്ത് ഓവറായിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഒഴിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാമേ. അരപ്പ് ചേർക്കുന്ന സമയത്ത് വെള്ളം വേണമെങ്കിൽ ഈ വെള്ളം തന്നെ നമുക്കപ്പോൾ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാമേ. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുക്കുക. എത്രയാണോ നമുക്ക് ചക്കക്കുരു മാങ്ങ ഉള്ളത് അതനുസരിച്ചിട്ട് തേങ്ങ എടുക്കാമേ. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 2 ചുവന്നുള്ളി, നമുക്കൊരു 3 ചുള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ല കുഴമ്പ് പരുവത്തിൽ ഇതിനെ അരച്ചെടുക്കാവേ. അതിനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ജാറിലല്ലായിരുന്നു കേട്ടോ ഞാൻ അരയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി പോയത് കൊണ്ട് അവിടെയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറുതിൽ നിന്ന് വലിയ ജാറിലേക്ക് മാറ്റിയത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാമേ. കുറച്ച് വെള്ളം ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അരപ്പ് ചേർക്കുമ്പോഴത്തേക്കിനും വെള്ളം ആവശ്യമെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാമേ. അരപ്പൊക്കെ ചേർത്തോടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ചെറിയ തിള വരുന്ന വരെ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാമേ. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാമേ. നമുക്കിത് കടുക് താളിച്ചെടുക്കാമേ. അതിനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനകത്തേക്ക് കടുക് ഇടുക. പിന്നെ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇടുക. ചില്ലി ഫ്ലേക്സ് ഓപ്ഷണൽ ആണ്, അത് വേണമെങ്കിൽ കുറച്ച് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് കടുക് താളിച്ചെടുക്കാമേ. ഇന്നങ്ങനെ മിനിമൽ ആയിട്ടുള്ള ഒരു ലഞ്ചായിരുന്നേ. ഒരു ചക്കക്കുരു മാങ്ങയും ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടി പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ലഞ്ച്. ചക്കക്കുരുമാങ്ങ ഇടുക്കിക്കാർക്ക് അത്ര വലിയ പുതുമയുള്ളൊരു റെസിപ്പി ഒന്നുമല്ല. ഇത് അറിയത്തില്ലാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. ചക്കയും മാങ്ങയൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്